നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമായ കുട്ടി മരിച്ചതിൽ അസ്വാഭാവികതയെന്ന അച്ഛന്റെ പരാതിയിൽ ഇപ്പോൾ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പൊക്കുന്നം അബീന ഹൌസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് കഴിഞ്ഞ രാത്രി മരിച്ചത്. നിസാറിന്റെ മറ്റൊരു കുട്ടി 2 വർഷം മുമ്പ് ഇതേ സാഹചര്യത്തിൽ പക്ഷേ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചിരുന്നു. 2 വർഷം പിന്നിടുമ്പോഴാണ് മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിൽ തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി മരിക്കേണ്ട സ്ഥിതി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിതാവ് സംശയം ഉന്നയിച്ച് രംഗത്ത് വരികയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. 2 വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് 2 കുഞ്ഞുങ്ങളും, അതും വളരെ ആദ്യത്തെ കുഞ്ഞു മരിക്കുമ്പോൾ വളരെ ദിവസങ്ങൾ മാത്രമാണ് പ്രായം. ഈ കുഞ്ഞിന് 8 മാസമാണ് പ്രായം. അതിനിടയിലാണ് 2 കുഞ്ഞുങ്ങൾക്കും അതിദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. 2 കുട്ടികളും മരിച്ചതും ഭാര്യ വീട്ടിൽ വെച്ചാണ്. ഇതാണ് പിതാവിന്റെ സംശയം ഇരട്ടിയാക്കിപ്പിച്ചിരിക്കുന്നത്. ഇതോടെയാണ് ടൗൺ പോലീസിൽ നിസാർ നേരിട്ടെത്തി പരാതി നൽകിയത്. നിസാറിന്റെ ഭാര്യയുടെ വീട് കുറ്റിച്ചിറയാണ്. ഇരുവരും കുറച്ചു നാളുകളായി അകന്നാണ് കഴിയുന്നത്. 14 ദിവസം പ്രായം മാത്രമുള്ളപ്പോഴാണ് ആദ്യ കുട്ടി മരിച്ചത്. ഈ കുട്ടിയുടെ മരണം സംഭവിക്കുമ്പോഴും ഈ പറയുന്ന കുഞ്ഞും അമ്മയും എല്ലാം തന്നെ ഭാര്യ വീട്ടിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് രണ്ടാമത്തെ കുട്ടി ഇത്തരത്തിൽ മരിച്ചത്. അതും തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിനെ തുടർന്ന് ശ്വാസം മുട്ടി. തൊണ്ടയിൽ അടപ്പ് കുടുങ്ങിയതിനെ തുടർന്ന് കുട്ടിയെ ഉടനെ തന്നെ കോട്ടപ്പുറം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. 2 ആഴ്ച മുമ്പ് ഈ കുട്ടി ഓട്ടോയിൽ നിന്ന് വീണപ്പോഴും ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതായി പരാതിയിൽ പറയുന്നു. എന്നാൽ 8 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ഈ കുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണത്. അന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് എങ്ങനെയാണ് തെറിച്ചു വീണത്, ആരുടെ ഒപ്പം യാത്ര ചെയ്യുമ്പോഴാണ് കുഞ്ഞ് കയ്യിൽ നിന്ന് തെറിച്ചു വീണത് എന്നുള്ള കാര്യങ്ങളിലടക്കം ഇനി പോലീസ് വിശദമായ അന്വേഷണം നടത്തും. അന്നും കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയില്ല എന്നൊരു പരാതിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അന്ന് കുട്ടിയെ ഓട്ടോയിൽ നിന്ന് വീണ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടും കുട്ടി മാത്രം എങ്ങനെ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു എന്ന ചോദ്യം നിസാർ ഉയർത്തുന്നുണ്ട്. ഏതായാലും 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞായതിനാൽ തന്നെ ആരുടെയെങ്കിലും കയ്യിലായിരിക്കും കുഞ്ഞ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്നാൽ എങ്ങനെയാണ് കുഞ്ഞിത്തരത്തിൽ ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണത് എന്നുള്ളതിലടക്കം പല സംശയങ്ങളാണ് കുട്ടിയുടെ പിതാവായിട്ടുള്ള നിസാർ ഇപ്പോൾ ഉയർത്തുന്നത്. നിസാറിന്റെ ഭാര്യ ഐഷ സുൽഫത്തിന്റെ കുറ്റിച്ചിറയിലുള്ള വീട്ടിൽ വെച്ച് തിങ്കളാഴ്ച രാത്രിയായിരുന്നു കുട്ടിയുടെ തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയത്. തൊണ്ടയിൽ ഷാംപൂ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയ കുട്ടിയെ രാത്രി 9:30 കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെയും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടി മരണം സംഭവിച്ചിരുന്നു. വിവരം ഭാര്യ വീട്ടുകാരോ തന്നെ അറിയിച്ചില്ലെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും അറിയിച്ചാണ് ടൗൺ പോലീസിൽ നിസാർ പരാതി നൽകിയത്. ഇരുവരുടെയും ആദ്യത്തെ കുട്ടി 2023 ജൂലൈയിലാണ് മരിച്ചത്. നിസാറും ആയിഷയും കുറച്ചുകാലമായി ഒന്നിച്ചല്ല താമസിക്കുന്നത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് ആയിഷ സ്വന്തം വീട്ടിലേക്ക് മാറിയത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ടൗൺ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അറിയിച്ചു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെങ്കിലും കുടുംബത്തെ ആകെ പോലീസ് ചോദ്യം ചെയ്യും. അച്ഛന്റെ പരാതിയിൽ വ്യക്തത വരുത്താനാണ് ഇതെല്ലാം. മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയാൽ അന്വേഷണം പുതിയ തലത്തിലെത്തും. പരാതിയിൽ പറയുന്നത് വെച്ച് അസ്വാഭാവികതകൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ആദ്യ കുട്ടിയുടെ മരണവും രണ്ടാമത്തെ കുട്ടിയുടെ ഓട്ടോറിക്ഷയിൽ അപകടവും അടക്കം പരിശോധിക്കും. എങ്ങനെയാണ് കുട്ടിയുടെ തൊണ്ടയിൽ അടപ്പ് എത്തിയതെന്ന് കണ്ടെത്തലാകും അന്വേഷണത്തിൽ നിർണായകമാവുക.